നമസ്കാരം രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്റ്റാർട്ടർ എന്നൊക്കെ പറയാം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ ബട്ടർഫ്ലൈ ചിക്കൻ എന്നാട്ടോ പറയുന്നത്. അതിൻ്റെ ഒരു ഷേപ്പൊക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു പേര്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോയും ചിക്കനുമാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ പിന്നെ പറയണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് ബോൺലെസ് ചിക്കൻ ഒക്കെ വാങ്ങാം. അത് നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ആവുന്ന സമയത്ത് നമുക്ക് വാങ്ങാം. അല്ലാത്ത സമയങ്ങളിൽ ചിക്കൻ വാങ്ങുന്ന സമയത്ത് കുറച്ച് ബോൺലെസ് പീസൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഇങ്ങനെ പുറത്തുള്ള ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഒരു ബട്ടർഫ്ലൈ ചിക്കൻ ഉണ്ടാക്കുന്നത് കണ്ടുവരാം. ഇതിനായിട്ട് നമ്മൾ ചിക്കൻ ഇപ്പം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 160 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ മുന്നേ ചിക്കൻ വാങ്ങിച്ചപ്പം ആ ഒരു ബോൺലെസ് പീസ് മാറ്റി വെച്ചതാണ്. അപ്പം മഞ്ഞളും തേച്ച് വെച്ചുകൊണ്ടാണ് ചെറിയൊരു മഞ്ഞ കളർ ഉള്ളത്. പക്ഷെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെയ് ചെയ്ത് നോക്കിയപ്പം 160 ഗ്രാമാണ് ഏതാണ്ട് വരുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് സോയ സോസ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം, 1/4 മുതൽ 1/2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പപ്പം അതിനനുസരിച്ച് ചേർക്കണം. സോയ സോസിൽ ഉപ്പുണ്ടാവും. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. നല്ല കട്ട തൈര്, ഒരു 1/2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 20 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നത്, ഇപ്പോൾ ചിക്കൻ്റെ ചെറിയ പീസാണ് അതൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ എന്തായാലും ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലിയൊക്കെ പോക്കി ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് തിക്കായിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് നൈസായിട്ടല്ല. ഒരുപാട് നൈസായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നോക്കിയാൽ കാണാം, നമുക്ക് ഇത് ശരിക്കും ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാനുള്ള ആ ഒരു തരത്തിലാണ് വേണ്ടത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. 1 മുതൽ 1.5 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പൊട്ടറ്റോ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്ന് ഈ കോൺഫ്ലവറിൽ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറിൽ മുക്കിയെടുക്കുന്നത്. അപ്പം അതിന് ശേഷം നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് ശേഷം ഇത് ഉറപ്പിക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇർക്കിലോ അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ ഉണ്ടാവുമല്ലോ, അത് കട്ട് ചെയ്തെടുത്തിട്ടോ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വശം നല്ലപോലെ മുരിഞ്ഞ് വരണം. അപ്പോൾ ഇതായി ചിക്കനും പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ബാക്കി കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അധികം പണിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കല്ലോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പുതിയ വീഡിയോ കാണാം. അതുവരെ ബൈ.